ഈ സ്വഹാബിയുടെ വലിയ ആഗ്രഹം എന്താ? ഏറ്റവും വലിയ തണുപ്പത്ത്, പുറത്തിറങ്ങാൻ കഴിയാത്ത തണുപ്പത്ത്, പുറത്തിറങ്ങാൻ കഴിയാത്ത തണുപ്പത്ത് പരിപൂർണമായും ഒളുവെടുത്തിട്ട് നിസ്കരിക്കലാണ് എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം. അള്ളാഹുവിന് വേണ്ടി അത്രയെങ്കിലും എനിക്ക് കഷ്ടപ്പെടണ്ടേ. ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് കരഞ്ഞപ്പോ, എന്തേ നിങ്ങൾ ഈ സമയത്ത് കരയുന്നത്? ഈ സമയത്ത് ചിരിക്കാൻ പഠിപ്പിച്ചവരെ, അസ്രായിൽ വരുമ്പോ പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചവരെ, റൂഹിന്റെ പിരിമുറുക്കത്തിൽ തളർന്നു പോകാതെ ക്ഷമയോടെ അത് കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചവരെ, നിങ്ങൾ കരയുന്നത് എന്തിനാണ്? മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്നെ ഖബറിൽ കൊണ്ടുവന്ന് നിങ്ങളടക്കം ചെയ്താൽ എനിക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പാതിരാവിന്റെ യാമത്തിൽ നിങ്ങളൊക്കെ സുഖലോലുപതയുടെ മടിത്തട്ടിൽ നിങ്ങൾ ഉല്ലസിക്കുമ്പോ, ഉറങ്ങുമ്പോ, സുഖനിദ്രയിലാണ്ടു പോകുമ്പോ, തണുപ്പാണെങ്കിലും ഞാൻ ഉണർന്നിട്ട് നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരമുണ്ട്. ആ തണുപ്പത്ത് ഞാൻ എടുക്കുന്ന വുളൂണ്ട്, ആ വുളൂ തരുന്ന ഒരു സുഖമുണ്ട്. അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു അനിർവചനീയമായ അനുഭൂതിയുണ്ട്. അതെനിക്ക് ഇന്നു മുതൽ ആസ്വദിക്കാനും കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് കരയുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് കഷ്ടപ്പെട്ടു നോക്കണം പ്രിയപ്പെട്ടവരെ. സുഖത്തിന്റെ പട്ടുമെത്തയിൽ നിന്ന് ചാടിയെഴുന്നേക്കാൾ നട്ടുച്ച സമയത്ത് പോലും ഉറക്കാൻ പറ്റുന്ന മെത്തകളുടെ പരസ്യമുള്ള കാലഘട്ടത്തില് ആ മെത്തയിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി എഴുന്നേക്കാൻ കഴിയുക എന്നത് ഒരു ത്യാഗമായി കാണാ. എന്റെ മടവൂരിലെ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് കഴിയട്ടെ. ഈ സ്വഹാബി പറയുകയാണ്, ഏറ്റവും വലിയ തണുപ്പുള്ള സമയത്ത് എഴുന്നേൽക്കുക, എന്നിട്ട് പൂർണ്ണമായ വുളു ആ സമയത്ത് എടുക്കൽ പോലും സുന്നത്തില്ല. ശക്തമായ തണുപ്പുള്ള സമയത്ത് 3 പ്രാവശ്യം കഴുകുന്നത് 1 പ്രാവശ്യം കഴിക്കാൻ മതി. വുളു കൊണ്ട് വെള്ളം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സമയത്ത് തയമ്മും ചെയ്യാം. അങ്ങനെ പറയുന്ന മതമാണ് ഇസ്ലാം. ആ സമയത്ത് വെള്ളം കൊണ്ട് ശരീരത്തെ തൊട്ട് വുളു എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വന്നാൽ തയമ്മും ചെയ്ത് നിസ്കരിക്കാമെന്ന് പറയുന്ന മതമാണ്. അവിടെ ഈ സ്വഹാബി പറയുന്നു, പൂർണ്ണമായ വുളു എടുത്തിട്ട് എനിക്ക് നിസ്കരിക്കണം, അതാണ് എന്റെ ആഗ്രഹം. രണ്ടാമത്തെ സഹാബിയുടെ ആഗ്രഹമാണ്, നിങ്ങളെപ്പോലെ ബിസിനസിന്റെ സാമ്രാജ്യത്തിന്റെ മുകളിൽ സമ്പത്തിന്റെ ചിറക് വെച്ച് പറന്നു പോകണമെന്ന കൊതിയല്ല, തന്റെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ വലിയ ബിസിനസ്സുകാരാക്കണമെന്ന ആഗ്രഹമല്ല. വിശ്വാസിയുടെ ആഗ്രഹങ്ങളുണ്ട്. ആത്മാവിന് ശുദ്ധി വന്നവർക്ക് അതിന്റെ ആഗ്രഹങ്ങളുണ്ട്. രണ്ടാമത്തെ ആഗ്രഹം പറയുകയാണ്, യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധത്തിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ധീരൻ, ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത വില്ലൻ, ആ വില്ലനെ എനിക്ക് കിട്ടണം അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. യുദ്ധത്തിന് 1ാമത്തെ സഫിൽ തന്നെ നമ്മൾ നിൽക്കൂല. ഒരു പ്രതിഷേധ പ്രകടനത്തിന് തിരുവനന്തപുരത്ത് പോയാൽ പുറകിൽ നിന്ന് കൊടി പിടിക്കുന്നവരാ നമ്മൾ. ഇസ്ലാമിക യുദ്ധത്തിൽ ഒരാൾക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത വലിയ ഒരു മല്ലനെ എനിക്ക് കിട്ടണം, അവനുമായിട്ട് പോരടിക്കണം, അള്ളാന്റെ ദീനിന് വേണ്ടി അവനുമായിട്ട് പോരടിക്കണം. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് ആ ആഗ്രഹം എനിക്ക് നടത്തി തരണം റബ്ബേ. എന്റെ വലിയ ആഗ്രഹം അതാണ്. ഇസ്ലാമിക യുദ്ധത്തിൽ ഏറ്റവും വലിയ പോരാളിയെ, ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത പോരാളിയെ, ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത പോരാളിയെ എനിക്ക് വേണം അല്ലാഹ്. അതാണ് എന്റെ ആഗ്രഹം. അല്ലെ, ബദർ യുദ്ധത്തിന്റെ ചരിത്രം തുടരമദ്ദളവും നുരസൊടുമരുവ ഒറ്റകളും പജയൊടു തുടികൾ തപ്പുകളും കൈമണി തുണികൾ ദാശകളാൽ. പാട്ടിൽ യുദ്ധത്തിന്റെ ഒരുക്കങ്ങളും ആരവങ്ങളും ആഘോഷങ്ങളും അബൂജഹൽ വരുന്നതും അല്ലാഹുവിന്റെ റസൂൽ വരുന്നതും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമുക്കറിയാം. അവിടെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത ശക്തനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഈമാന്റെ പവറാണ്. ഒളിച്ചു നിൽക്കലോ, പിറകിൽ നിൽക്കലോ, മറഞ്ഞു നിൽക്കലോ ഒന്നുമല്ല. ധൈര്യമായി ഇസ്ലാമിക പ്രബോധനത്തിന്റെ ജിഹാദിന്റെ വഴിയിലെ സമർപ്പണ മനസ്സ്, അതാണ് രണ്ടാമത്തെ ആഗ്രഹം. അതാണ് മൂന്നാമത്തെ സഹാബിയുടെ ആഗ്രഹം. ഏതാണ്? മൂന്നാമത്തെ ആള് പറയുകയാണ്, ഏറ്റവും ശക്തമായ ചൂട്, സൂര്യതാപമേറ്റുകൊണ്ട് ആളുകൾ ഉരുകിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു പോകുന്ന ചൂട്, ആ ചൂടത്തെനിക്കൊരു നോമ്പെടുക്കണം അല്ലാഹ്. ആലോചിച്ചോക്കേ, ഈമാന്റെ പവർ, ആഗ്രഹങ്ങൾ നിങ്ങൾ നോക്കി. ഏറ്റവും ശക്തമായ ചൂടത്ത് എനിക്കൊരു നോമ്പെടുക്കണം. ഈ കുട്ടികളോട് ചോദിച്ചാൽ ഇപ്പൊ പറയും, സ്കൂളിന്റെ വെക്കേഷൻ സമയത്ത് നമുക്കൊരു ലീവ് വേണമല്ല, അതാണ് നമ്മുടെ ആഗ്രഹം. സ്കൂളും മദ്രസ ഒരുമിച്ചൊരു ലീവ് കിട്ടിയാൽ എന്തോ ഒരു സന്തോഷ, വീട്ടിൽ പൊളിച്ചെടുക്കാം. പക്ഷേ വെക്കേഷൻ സമയത്ത് ആ മദ്രസ തുടങ്ങി,
മദ്രസ സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷനിലൊന്നും പൂർണ്ണമായിട്ട് കളിക്കാനും ഓടാനൊന്നും മക്കൾക്ക് പറ്റുന്നില്ല. ആകെ മദ്രസ അരമണിക്കൂർ. എന്താ പറ്റാത്തത്? അരമണിക്കൂർ കൂടിയാൽ താത്ത വിളിക്കാൻ വരും മദ്രസയിൽ. അങ്ങനെയാണ് മക്കളുടെ അവസ്ഥ. പോട്ടെ. അപ്പൊ ഇതൊക്കെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ. ഏറ്റവും ശക്തമായ ചൂടുള്ള സമയത്ത് ഈ വർഷത്തെ റമദാനിൽ ഒരു അവസാനത്തെ 10-15 ദിവസമൊക്കെ നല്ല ചൂടായിരുന്നു അല്ലേ? ചൂടല്ലായിരുന്നോ? സുഖായിരുന്നോ? ചൂടായിരുന്നു. സ്നേഹസാഗരത്തിലൊക്കെ 7-8 ഉമ്മമാരും എല്ലാ നോമ്പ് നോറ്റവരാണ് പാവങ്ങൾ. ഞാൻ അവരോട് നോമ്പ് നോക്കണ്ടെന്ന് പറഞ്ഞു. രോഗികളല്ലേ, എന്നാലും നോമ്പ് നോറ്റു. ഭയങ്കര സന്തോഷമാണ് അവർക്ക്. നല്ല ചൂട്. അവിടെ ഏറ്റവും ചൂടുള്ള സ്ഥലത്താണ് ആ ബിൽഡിംഗ് തന്നെ പണിഞ്ഞിരിക്കുന്നത്. സാധാ തണുപ്പുള്ള സമയത്ത് പോലും ചൂടുള്ള സ്ഥലമാണത്. ഇപ്പോഴും നിലവിൽ ശക്തമായ ചൂടാണ്. ഇന്നലെയൊക്കെ തിരുവനന്തപുരം, പാലക്കാടൊക്കെ ചൂടിന്റെ പരിധി കഴിഞ്ഞു. ഇത്രയും കാലം അങ്ങനെ ഒരു ചൂടുണ്ടായിട്ടില്ല എന്നാ പറയാ. അതിനപ്പുറത്തേക്ക് ചൂടെത്തിയിരിക്കുകയാണ്. അങ്ങനെ കത്തുന്ന സൂര്യന്റെ താഴെ നിന്നൊരു നോമ്പ്, അതാണ് ആഗ്രഹം. പിന്നെ